നമ്മൾ കഴുത്തിൽ ധരിക്കുന്ന രുദ്രാക്ഷം ശിവഭഗവാന്റെ കണ്ണുനീരാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ അങ്ങനെ കണ്ണുനീരുണ്ടാകാനുള്ള കാരണമെന്താണ്? ശിവപുരാണത്തിൽ ഇപ്രകാരം ഇതിനെപ്പറ്റി പറയുന്നു. ആയിരക്കണക്കിന് ദിവ്യവർഷങ്ങളായി തപസ്സു ചെയ്യുകയായിരുന്ന മഹാദേവന്റെ മനസ്സ് ഒരിക്കൽ അസുരന്മാർ ലോകത്തോട് ചെയ്യുന്ന ദ്രോഹങ്ങളെപ്പറ്റി ഓർത്ത് ചഞ്ചലമായി. കാരുണ്യവാരിധിയായ ഭഗവാൻ ലോകത്തെ സഹായിക്കാനുള്ള ആഗ്രഹത്താൽ തന്റെ കണ്ണുകൾ തുറന്നു. പകുതി അടഞ്ഞു കിടന്ന അദ്ദേഹത്തിന്റെ മനോഹരമായ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റുവീണു. ആ കണ്ണുനീർ തുള്ളികളിൽ നിന്നും രുദ്രാക്ഷസസ്യങ്ങൾ ഉയർന്നുവന്നു. അത് ഒരു സ്ഥലത്തു മാത്രമായിരുന്നില്ല. ആദ്യം കാശി, ലങ്ക, സഹ്യനിരകൾ, അയോധ്യ എന്നിവിടങ്ങളിൽ രുദ്രാക്ഷസസ്യങ്ങൾ മുളച്ചുപൊങ്ങി. വെള്ള, ചുവപ്പ്, കറുപ്പ്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള രുദ്രാക്ഷം ദിവ്യമാകുന്നു. എത്രത്തോളം രുദ്രാക്ഷത്തിന്റെ വലിപ്പം കുറവാണോ അതിന്റെ ശക്തിയും അതിനനുസരിച്ച് അളക്കപ്പെടുന്നു. എന്നാൽ ഒടിഞ്ഞതോ പുഴുതിന്നതോ പൊട്ടിയതോ മങ്ങിയതോ ആയ രുദ്രാക്ഷങ്ങൾ നിഷിദ്ധമായി കരുതപ്പെടുന്നു. ഇതിലൂടെ നമ്മൾ ധരിക്കുന്ന രുദ്രാക്ഷം വെറുമൊരു മണി മാത്രമല്ല, അത് ശിവഭഗവാന്റെ ഊർജം സ്ഫുടീകരിച്ചതാണെന്ന് വ്യക്തമാകുന്നു.